ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് നമ്മളുടെ ആര്യൻ അനിൽ, 2A പഠിക്കുന്ന ആര്യൻ അനിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു കേരള ഗോഡ്സ് ഓൺ കൺട്രി, അപ്പം കേരളത്തെ കുറിച്ച് കൂടുതൽ അറിയാനും കുട്ടികളുടെ ആക്ടിവിറ്റി ചെയ്യിക്കാനുമായിട്ട് നമ്മളൊരു പ്രോജക്റ്റാണ് ചെയ്തത്. അതിൽ ആര്യൻ ചെയ്ത 2ാം ക്ലാസ്സിലെ മിടുക്കൻ ആര്യൻ ചെയ്ത ഒരു പ്രോജക്റ്റ് നിങ്ങളെ പരിചയപ്പെടുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിന്റെ ലേ ഔട്ടൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആര്യൻ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഓരോ പേജിലും ടേബിൾ ഓഫ് കണ്ടന്റ് ഈസ് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള, ഡാൻസ് ആർട്ട് ഫോം ഓഫ് കേരള, ഫെസ്റ്റിവൽ ഓഫ് കേരള, ടെമ്പിൾ ഓഫ് കേരള, പോയറ്റ്സ് ഓഫ് കേരള, റൈറ്റേഴ്സ് ഓഫ് കേരള, കേരള മീൻസ് കേരള, ടൂറിസം, ഫാക്ട്സ് ഓഫ് കേരള, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയെക്കുറിച്ചും പടം വരച്ച് ഓരോ ജില്ലയും വരച്ചിട്ട് അതിനെക്കുറിച്ച് അവന്റെ കൈ കൊണ്ട് തന്നെ എഴുതിയതാണ്. എല്ലാം ഹാൻഡ് റിട്ടൺ ആണ്. ഒരു പടങ്ങളും ഇങ്ങനെ വെട്ടിയൊട്ടിക്കാനായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല. എല്ലാ ജില്ലകളെ കുറിച്ച്. ഇവിടെ വരുമ്പോൾ ആർട്സ് ആൻഡ് ഡാൻസസ്, നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും നമ്മളുടെ കേരളത്തിന്റെ തനത് കലകളായ എല്ലാ കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം, തെയ്യം, അങ്ങനെ അങ്ങനെ തുടങ്ങി എല്ലാ കളരി, അങ്ങനെ എല്ലാം മാറുകളി, ഒപ്പന, വേലകളി, കോൽകളി, അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫെസ്റ്റിവൽസിനെ കുറിച്ച്, ഓണത്തിനെ കുറിച്ച്, വള്ളംകളി, പൂരം, തൃശ്ശൂർ പൂരം, പിന്നെ ടെമ്പിൾസ് ഇൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ടെമ്പിളുകളും പള്ളികളും മോസ്കുകളും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പോയിറ്റ്സ്, കേരളത്തിലെ പോയിറ്റ്സിനെ കുറിച്ച് ഒരു എഴുതുന്നുണ്ട്. പൂനമുണ്ട്, മേൽപ്പത്തൂറുണ്ട്, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, സച്ചിദാനന്ദൻ, കുഞ്ഞിക്കുട്ടൻ, അങ്ങനെ തുടങ്ങി ഇടശ്ശേരി, പൂന്താനം, അത്തിക്കം, അങ്ങനെ ONV കുറുപ്പ്, അങ്ങനെയുള്ള മിക്കവാറും എല്ലാവരും ഉണ്ട്. പിന്നെ റൈറ്റേഴ്സ് ഓഫ് കേരള, രാമവർമ്മ അച്ഛൻ, അങ്ങനെ തുടങ്ങി കുറേയേറെ റൈറ്റേഴ്സിനെ അവൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ നമ്മുടെ രുചിയും മണവും അല്ലേ, അതൊക്കെ കാണുമ്പോ തന്നെ കൊതി വരുന്നതിലൂടെ ആ സാറിന് എടുത്ത് കഴിക്കാൻ തോന്നുന്നല്ലോ. ഈ ചോറും കറികളും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കേരള ടൂറിസത്തെ കുറിച്ച്, പിന്നെ കേരളത്തെ കുറിച്ച് കുറച്ച് ഫാക്ട്സ്. ഇതാണ് നമ്മളുടെ ചക്കരക്കുട്ടൻ, 2ാം ക്ലാസ്സിലെ ചക്കരക്കുട്ടനായ ആര്യൻ അനിലിന്റെ പ്രോജക്ട്. ആര്യൻ അനിലിനെ ഇതിനെ സഹായിച്ചെന്നെ ആരാ? ഇത് ചെയ്യാനൊക്കെ സഹായിച്ചെന്നെ അമ്മയാണോ സഹായിച്ചെന്നെ? അപ്പ ഒന്നും സഹായിച്ചില്ലേടാ? ഈ സൈഡൊക്കെ ഒട്ടിച്ചെന്നെ ആരാ? അമ്മയാണ് ഇതൊക്കെ ഒട്ടിച്ചതെന്ന്. ഓക്കെ, കഥകൾ എഴുതിയല്ലേ, എന്റെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മയോട് പറയണം, സാറിന്റെ പ്രത്യേക ആശംസകൾ പറയണം. മക്കളെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിന് അമ്മയ്ക്ക് പ്രത്യേകം. എന്നും നീ മിടുക്കനായിരിക്കണം. നീ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുമോ? ഇതൊരു മിടുക്കൻ കുട്ടിയായിരിക്കുമോ? ലോകത്തിലെ ഏറ്റവും നല്ല ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് കുഞ്ഞു കാലം തൊട്ടേ ചെറിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരാം. അപ്പൊ നീ നല്ല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് ശ്രമിക്കുമോ? ഗുഡ് ബൈ ആയിരിക്കണേ. ഗുഡ് ബൈ ആയിരിക്കുമോ? പ്രാമിസ്. അപ്പയോട് പറയണം, അപ്പ സാറ് പറഞ്ഞു എന്റെ അപ്പയും അമ്മയും എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമുള്ളവരാ, അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതാ സാർ എപ്പോഴും വിചാരിക്കുന്നത്, കുട്ടികളുടെ നന്മയ്ക്കായിട്ട് നിലകൊള്ളുന്ന, കുട്ടികളുടെ വളർച്ചയ്ക്കായിട്ട് നിലകൊള്ളുന്ന മാതാപിതാക്കളാണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യിക്കത്തുള്ളൂ. സാർ അതാണ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയും നിന്റെ പഠന കാര്യത്തിലേക്ക് ഒത്തിരി ശ്രദ്ധയുള്ളവരാണെന്ന് സാറിന് മനസ്സിലാകും. അപ്പം ഇങ്ങനൊരു അച്ഛനും അമ്മയൊക്കെ കിട്ടിയതിനകത്ത് നീ ഭാഗ്യവാനാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ജീവിതത്തിലെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടും കേട്ടോ. അപ്പൊ ഗോഡ് ബ്ലെസ് യു, ടേക്ക് കെയർ. എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും. സാറിനോട് ഉമ്മ സാറോട് ഓക്കെ, ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.